മലമ്പാതകളിൽ ഇറക്കമിറങ്ങി വരുന്ന വാഹനങ്ങൾ ഏത് ഗിയറിൽ ഇറങ്ങി വരണം? തേർഡ്, സെക്കൻഡ്, കയറ്റം ഏത് ഗിയറിൽ കയറുമോ അതേ ഗിയറിൽ. ഉത്തരം കയറ്റം ഏത് ഗിയറിൽ കയറുമോ അതേ ഗിയറിൽ. യു ടേൺ തിരിയുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാം? പോലീസിന്റെ നിർദ്ദേശം പാലിക്കുക. റിയർവ്യൂ മിററിൽ നോക്കി പിന്നിൽ നിന്നും വാഹനം വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തി വലതുവശത്തേക്ക് സിഗ്നൽ നൽകി എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ തടസ്സപ്പെടുത്താതെ തിരിയുക. ഇടതുവശത്തേക്ക് തിരിയുക. ഉത്തരം റിയർവ്യൂ മിററിൽ നോക്കി പിന്നിൽ നിന്നും വാഹനം വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തി വലതുവശത്തേക്ക് സിഗ്നൽ നൽകി എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ തടസ്സപ്പെടുത്താതെ തിരിയുക. ചിഹ്നം തിരിച്ചറിയുക. റോഡിൽ പണി നടക്കുന്നു, കുട്ടികൾ കളിക്കുന്നു, കാൽനടക്കാരുടെ ക്രോസിംഗ്. ഉത്തരം റോഡിൽ പണി നടക്കുന്നു. രാത്രിയിൽ ബ്രൈറ്റ് ഉപയോഗിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ: നഗരങ്ങൾ, തെരുവിളക്കുകൾ ഉള്ള സ്ഥലത്ത്, ലൈൻ ട്രാഫിക് ഉള്ള സ്ഥലങ്ങളിൽ, തെരുവിളക്കുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ. ഉത്തരം നഗരങ്ങൾ, തെരുവിളക്കുകൾ ഉള്ള സ്ഥലത്ത്. മലമ്പാതകളിൽ ഇറക്കമിറങ്ങി വരുന്ന വാഹനം കയറ്റം കയറി വരുന്ന വാഹനങ്ങളോട് സ്വീകരിക്കേണ്ട സമീപനം: കയറി വരുന്ന വാഹനത്തിന് മുൻഗണന, ഹെഡ്ലൈറ്റ് പ്രകാശിപ്പിക്കുക, വേഗത കുറയ്ക്കുക. ഉത്തരം കയറി വരുന്ന വാഹനത്തിന് മുൻഗണന. സ്വകാര്യ വാഹന നമ്പർ പ്ലേറ്റുകൾ ഏതു വിധം? മഞ്ഞ നമ്പർ പ്ലേറ്റിൽ കറുത്ത അക്ഷരം, വെളുത്ത നമ്പർ പ്ലേറ്റിൽ കറുത്ത അക്ഷരം, കറുത്ത നമ്പർ പ്ലേറ്റിൽ വെളുത്ത അക്ഷരം. ഉത്തരം വെളുത്ത നമ്പർ പ്ലേറ്റിൽ കറുത്ത അക്ഷരം. ഓട്ടോകൾക്ക് കേരളത്തിൽ അനുവദനീയമായ പരമാവധി വേഗം: 45 km/h, 50 km/h, 40 km/h. ഉത്തരം 50 km/h. ചിഹ്നം തിരിച്ചറിയുക. വലത്തോട്ടോ മുമ്പോട്ടോ മാത്രം പോകാം, ഇടത്തോട്ടോ മുമ്പോട്ടോ മാത്രം പോകാം, സൈഡ് റോഡ്. ഉത്തരം വലത്തോട്ടോ മുമ്പോട്ടോ മാത്രം പോകാം. ചിഹ്നം തിരിച്ചറിയുക. ഫെറി മുന്നിൽ, മുന്നിൽ മെയിൻ റോഡ്, വഴി തടസ്സം. ഉത്തരം വഴി തടസ്സം. ശാഖ റോഡിൽ നിന്ന് പ്രധാന റോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ ഡ്രൈവർ പാലിക്കേണ്ട തത്വങ്ങൾ എന്തെല്ലാം? വലതുവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങളെ മാത്രം കടത്തിവിടണം, ആരെയും ഗൗനിക്കാതെ കടന്നു പോകാം, വേഗത കുറക്കണം, പ്രധാന റോഡുകൾ കൂടിച്ചേരുമ്പോൾ വലതുവശത്തു നിന്ന് വരുന്ന വാഹനങ്ങളെ കടത്തിവിടണം, ശാഖ റോഡിൽ നിന്ന് പ്രധാന റോഡിലേക്ക് എല്ലാ വാഹനങ്ങളും കടന്നു പോയ ശേഷം പോകണം. ഉത്തരം വേഗത കുറക്കണം, പ്രധാന റോഡുകൾ കൂടിച്ചേരുമ്പോൾ വലതുവശത്തു നിന്ന് വരുന്ന വാഹനങ്ങളെ കടത്തിവിടണം, ശാഖ റോഡിൽ നിന്ന് പ്രധാന റോഡിലേക്ക് എല്ലാ വാഹനങ്ങളും കടന്നു പോയ ശേഷം പോകണം. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യൂ. രാത്രിയിൽ എതിർവശത്ത് വണ്ടി വരുമ്പോൾ ചെയ്യേണ്ടത് എന്ത്? ലൈറ്റ് ഡിം ചെയ്യുക, ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്യുക, ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യുക. ഉത്തരം ലൈറ്റ് ഡിം ചെയ്യുക. ചിഹ്നം തിരിച്ചറിയുക. ഇടതുവശത്ത് നിർത്തുക,
ഇടത്തോട്ട് ചേർന്ന് മാത്രം സഞ്ചരിക്കുക. ഇടത്തോട്ട് തിരിയുക. ഉത്തരം ഇടത്തോട്ട് ചേർന്ന് മാത്രം സഞ്ചരിക്കുക. ഒരു വാഹനത്തിൻ്റെ ഡ്രൈവർ എതിർ ദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ ഏതു വശത്തുകൂടി കടന്നു പോകുവാൻ അനുവദിക്കണം? ഇടത്, അനുവദിക്കരുത്, വലത്. ഉത്തരം വലത്. ചിഹ്നം തിരിച്ചറിയുക. ഇടത്തോട്ട് വളവ്, ഇടത്തോട്ട് തിരിയുക, ഇടത്തോട്ട് ചേർന്ന് മാത്രം സഞ്ചരിക്കുക. ഉത്തരം ഇടത്തോട്ട് വളവ്. യു ടേൺ തിരിയുവാൻ പാടില്ലാത്ത സാഹചര്യങ്ങൾ ഏതെല്ലാം? ജംഗ്ഷൻ, തിരക്കുള്ള റോഡുകൾ നിരോധിച്ചിട്ടുള്ള സ്ഥലങ്ങൾ, ഹൈവേ. ഉത്തരം തിരക്കുള്ള റോഡുകൾ നിരോധിച്ചിട്ടുള്ള സ്ഥലങ്ങൾ. ചിഹ്നം തിരിച്ചറിയുക. ക്രോസ് റോഡ്, നോ എൻട്രി, ആശുപത്രി. ഉത്തരം ക്രോസ് റോഡ്. ചിഹ്നം തിരിച്ചറിയുക. റൈറ്റ് റിവേഴ്സ് വളവ്, ലെഫ്റ്റ് റിവേഴ്സ് വളവ്, ഇടത്തോട്ട് തിരിഞ്ഞ് മുന്നോട്ട്. ഉത്തരം ലെഫ്റ്റ് റിവേഴ്സ് വളവ്. റോഡിന് നടുവിൽ തുടർച്ചയായി മഞ്ഞവര ഇട്ടിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്തെല്ലാം? മഞ്ഞവര തൊടാനോ മുറിച്ച് കടക്കാനോ പാടില്ല. പാർക്ക് ചെയ്യാൻ, ഓവർടേക്ക് ചെയ്യാൻ. ഉത്തരം മഞ്ഞവര തൊടാനോ മുറിച്ച് കടക്കാനോ പാടില്ല. ചിഹ്നം തിരിച്ചറിയുക. മോട്ടോർ സൈക്കിൾ പാർക്കിംഗ്, മോട്ടോർ സൈക്കിൾ പാർക്കിംഗ് നിരോധിച്ചിരിക്കുന്നു. മോട്ടോർ സൈക്കിൾ റിപ്പയറിംഗ്. ഉത്തരം മോട്ടോർ സൈക്കിൾ പാർക്കിംഗ്. ആശുപത്രിക്ക് മുന്നിലെ പാർക്കിംഗ് അനുവദനീയം, അനുവദനീയം അല്ല. നോ പാർക്കിംഗ് ബോർഡ് ഇല്ല എങ്കിൽ അനുവദനീയം. ഉത്തരം അനുവദനീയം അല്ല. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യൂ.